നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 343-ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ശ്രീ കുന്നക്കുടി എം ബാലമുരളീകൃഷ്ണനെ കുറിച്ചിട്ടാണ്. ഒരുപാട് അടുപ്പവും പരിചയമൊന്നും എനിക്കില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ നിരവധി കച്ചേരികൾ ലൈവായും മറ്റും കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി പ്രോഗ്രാമുകൾ ഞാൻ വീഡിയോയിലൂടെ കാണുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഗായകൻ എന്നതിലുപരി ഒരു നല്ല മനുഷ്യസ്നേഹി കൂടിയാണ് അദ്ദേഹം. അപ്രതീക്ഷിതമായി തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ശ്രീ ബാലമുരളീകൃഷ്ണൻ്റെ ഒരു കച്ചേരി നടക്കുന്നു. ഹാഫ് കൈ ഉള്ള ഷർട്ടും ധരിച്ച് മുണ്ടും ധരിച്ച് വളരെ ലളിതമായ വസ്ത്രധാരണത്തിലൂടെ അദ്ദേഹം സ്റ്റേജിലിരിക്കുമ്പോൾ അന്ന് കേൾവിക്കാരായ ഒരു 10-18 പേർ മാത്രം. ശരിക്കും ഞാൻ അതിശയിച്ചു. എന്തുകൊണ്ടാണ് കർണാടക സംഗീത കച്ചേരി നടന്നിട്ട് ഇത്രയും ആളുകൾ കുറവ്? എൻ്റെ മനസ്സിലെ ചിന്തയാണ് കേട്ടോ. ഒരു 10-16 പേർ അവിടെ ഇരിപ്പുണ്ട്. കുറേ പേർ പരിസരത്തുമൊക്കെ കേട്ട് നിൽക്കുന്നു. ആലാപനത്തിൻ്റെ മികവ് നമ്മൾ അതിശയിച്ചു. അത്രമാത്രം സ്ഫുടമായ രാഗാലാപനം. എത്ര കീർത്തനങ്ങളാണ് അദ്ദേഹം ആ സ്റ്റേജിൽ ആലപിച്ചത്. മറക്കാവുന്നതല്ല ആ അനുഭവം. ആ ഒരൊറ്റ തവണ മാത്രമേ അദ്ദേഹത്തിനെ കാണാനും നേരിൽ സംസാരിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, എവിടെ കച്ചേരി അവതരിപ്പിച്ചിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭാവം, തൻ്റെ മുന്നിലിരിക്കുന്ന മൈക്ക് സെറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അതിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്ന് പല പ്രോഗ്രാമുകൾ കണ്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു പ്രത്യേകത മറ്റുള്ള സംഗീതജ്ഞർക്ക് ഉണ്ടോ എന്നെനിക്കറിയില്ല. അന്ന് ശ്രീകണ്ഠേശ്വരത്ത് ആ കച്ചേരി നടക്കുമ്പോഴും അതേ ഭാവം, അതേ രീതികൾ. എത്ര കീർത്തനങ്ങളാണ് അദ്ദേഹം. ഞാനൊരു 6-7 കീർത്തനങ്ങൾ കേട്ട ശേഷം ആ പ്രോഗ്രാം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് നമസ്കാരം പറഞ്ഞ് അദ്ദേഹമായി സംസാരിച്ചു. തമിഴും മലയാളവും മിക്സ് ചെയ്തിട്ടുള്ളൊരു രീതി. പാടിയ കീർത്തനങ്ങളെക്കുറിച്ചും എനിക്കറിയാവുന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, എന്താണെന്നറിയില്ല, എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഏത് പ്രോഗ്രാമുകളിലും അത് നടക്കുന്ന അവസരത്തിൽ, ഗുരുവായൂരായിരുന്നാലും തമിഴ്നാട്ടിലായിരുന്നാലും, നിങ്ങളുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേയും പിന്നെയും ഇടയ്ക്കും മൈക്കിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, ശരിയായിരിക്കാം, ഇനി ഞാനത് ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാതിരുന്നാളിൻ്റെ ചില കീർത്തനങ്ങളെക്കുറിച്ചും ഞാനിങ്ങനെ സൂചിപ്പിച്ചു. സ്വാതിരുന്നാളിൻ്റെ കീർത്തനങ്ങളൊക്കെ പാടാറുണ്ടോ സ്റ്റേജിൽ? അയ്യോ, അദ്ദേഹം വലിയ മഹാനായ പ്രതിഭയല്ലേ. അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളൊക്കെ ഞാൻ പാടാറുണ്ട്. സ്വാതിരുന്നാൾ കച്ചേരിയിൽ പങ്കെടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാം നടത്തിയപ്പോൾ കേൾവിക്കാർ കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. നമ്മളെ ക്ഷേത്ര ഭാരവാഹികൾ ക്ഷണിക്കുമ്പോൾ അവർ നമ്മളുമായി ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ സവിശേഷ ഗുണങ്ങളെക്കുറിച്ചും
വരുന്ന കാണികളെക്കുറിച്ചും ഓഡിയൻസിനെ കുറിച്ചൊന്നും പ്രത്യേകിച്ചൊന്നും പറയാറില്ല. ഓഡിയൻസ് കുറഞ്ഞാലും കൂടിയാലും എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ രീതിയിൽ മുഴുവൻ ശ്രദ്ധയും ഞാൻ പാടുന്ന പാട്ടുകളിലായിരിക്കും. എത്ര പേർ കേട്ടുവോ, എത്ര പേർ ആസ്വദിച്ചു എന്നൊന്നും എനിക്ക് വിഷയമേ അല്ല. അങ്ങനെ ചിന്തിച്ചാൽ പാടാൻ കഴിയില്ല. അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ, അല്ല എനിക്ക് മനസ്സിലായി, എനിക്കത് മനസ്സിലായി. എവിടെ കച്ചേരി അവതരിപ്പിച്ചാലും ഒരാളെ കേൾവിക്കാരനായിട്ടുള്ളൂ എങ്കിലും ഞാൻ പാടുന്ന എൻ്റെ ശൈലിയിൽ, കീർത്തനങ്ങൾ ആലപിക്കുന്ന രീതിയിൽ ഒരു മാറ്റവും വരുത്താറില്ല. കാരണം എന്നെ ഇവിടെ ക്ഷണിച്ച് കൊണ്ടുവന്ന എൻ്റെ പാട്ടുകൾ ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. ആര് കേൾക്കുന്നു ആര് കേൾക്കുന്നില്ല എന്നത് ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചു. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു ചെറിയൊരു എഴുത്തുകാരനൊക്കെയാണ്. ഓ അതെയോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു 10-18 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ തന്നെ മൃദംഗം വായിച്ച ആളും ഘടം വായിച്ച ആളും വയലിൻ വായിച്ച ആളും ഒക്കെ അടുത്ത് വന്നപ്പോൾ ബാലമുരളികൃഷ്ണൻ അവരോട് പറഞ്ഞു, ഇദ്ദേഹം ജേർണലിസ്റ്റും എഴുത്തുകാരനൊക്കെയാണ് കേട്ടോ എന്നപ്പോൾ അവരും ചിരിച്ചു. നമ്മളോട് തൊഴുകൈ കൂപ്പി, ഞാനും തിരികെ തൊഴുകൈ കൂപ്പി. ഒരു സന്തോഷം നിറഞ്ഞ ഒരു വലിയൊരു നിമിഷമായിരുന്നു അത്. പാപനാശം ശിവൻ്റെയും മുത്തുസ്വാമി ദേവസുന്ദരൻ്റെയും ത്യാഗരാജസ്വാമികളുടെയും അങ്ങനെ പുരന്ദരദാസൻ്റെയും നിരവധി കീർത്തനങ്ങൾ അദ്ദേഹം ആലപിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ സംഗീതത്തിൻ്റെ ഒരു കുളിർമഴ പെയ്യുകയായിരുന്നു. പലപ്പോഴും പറഞ്ഞതാണെങ്കിലും സംഗീതത്തെക്കുറിച്ചിട്ട് അപാരമായ ജ്ഞാനമൊന്നുമില്ല എങ്കിലും ആസ്വാദനത്തിൻ്റെ തലത്തിൽ മുന്നിൽ തന്നെയാണ് എന്നും അന്നും ഇന്നും. അത് നിരവധി പേരുടെ കച്ചേരികൾ കേട്ടത് കൊണ്ടായിരിക്കാം. കലാലോകത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ് ഈ സംഗീതജ്ഞൻ. പ്രത്യേകിച്ച് കാഞ്ചി കാമകോടി പീഠത്തിൻ്റെ ആസ്ഥാന ഗായകൻ എന്ന് പറയുമ്പോൾ ഒരു യുവാവിന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതി തന്നെയാണ്. ഇതുവരെ 400ഓളം സ്റ്റേജുകളിൽ അദ്ദേഹം പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചു. അമേരിക്കയിലും സിംഗപ്പൂരിലും ലണ്ടനിലും അങ്ങനെ ശ്രീലങ്കയിലും അങ്ങനെ നിരവധി വേദികളിൽ അദ്ദേഹം കച്ചേരി അവതരിപ്പിച്ചിട്ടുണ്ട്. 1985 ജൂൺ 30 സംഗീത കുടുംബത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 13-ാം വയസ്സിൽ ശമ്മാങ്കുടി ശ്രീനിവാസയ്യ ട്രസ്റ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ കച്ചേരി. ഇന്ത്യയിലും വിദേശത്തും നിരവധി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു വലിയ കലാകാരൻ. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമുകൾ നിരവധി ഇടങ്ങളിൽ നടക്കുന്നു. കാലം കയ്യൊപ്പിട്ട അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഈ ചെറുപ്രായത്തിൽ തന്നെ പാട്ടിൻ്റെ തലങ്ങളിൽ വിഹരിക്കുമ്പോഴും മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കാനും മനുഷ്യരോട് ഇടപഴകാനുമുള്ള ഒരു അപാരമായ കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കച്ചേരിക്ക് വന്ന ആ വേഷത്തിലും ആ ഭാവത്തിലും സംസാരത്തിലുമെല്ലാം ഞാനെന്ന ഗായകൻ ഒന്നുമല്ല, എൻ്റെ അറിവുകൾ വളരെ പരിമിതമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് ഏകദേശം 10-20 മിനിറ്റോളം സംസാരിച്ച് മടങ്ങുമ്പോൾ തൊഴുകയോടെ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പാട്ടുകൾ ഇനിയും കേൾക്കണേ, നിങ്ങളൊക്കെയാണ് നമ്മുടെ
അല്ലെങ്കിൽ എൻ്റെ കച്ചേരികൾക്ക് മുതൽക്കൂട്ട്. വീണ്ടും കാണാം എന്ന് പറഞ്ഞ് സ്റ്റേജിൻ്റെ പുറകിലേക്ക് നടന്നു പോകുന്നതാണ് ഞാൻ ബാലമുരളികൃഷ്ണനെ അവസാനമായി കാണുന്നത്. അങ്ങനെ രാത്രിയുടെ 2-ാം യാമം തുടങ്ങുന്നതിന് മുന്നേ വീട്ടിലെത്തണമല്ലോ. കാലം കുറേ കടന്നിരിക്കുന്നു. ഒരു 3-4-5 വർഷമേ ആയി കാണുള്ളൂ ആ പ്രോഗ്രാം നടന്നിട്ട്. പക്ഷേ ഇന്നും ബാലമുരളികൃഷ്ണൻ എന്ന ഗായകനെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയാൻ കഴിയുന്നില്ല. അത്രമാത്രം വിനയവും സ്നേഹവുമുള്ള ഒരു വലിയ സംഗീതജ്ഞൻ. നിരവധി അവാർഡുകൾ നേടിയ അദ്ദേഹത്തെക്കുറിച്ചിട്ടുള്ളൊരു വലിയ വിശദമായ ബ്രീഫ് ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾ വായിക്കുക. അപ്പോഴേ അദ്ദേഹത്തിൻ്റെ കർണാടക സംഗീതത്തിലുള്ള അറിവ് എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ശ്രീ കുന്നക്കുടി എം ബാലമുരളികൃഷ്ണനെക്കുറിച്ച് ഇത്രയും ഇവിടെ പറയാൻ കഴിഞ്ഞതും ഒരു വലിയ കാര്യമായി ഞാൻ കരുതുന്നു. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം.